കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എടോ, ഞാൻ പറയുന്നത് താനെങ്കിലും ഒന്ന് വിശ്വസിക്കേ. ഇതവള് മനഃപൂർവ്വം എന്നെ പറ്റിക്കാനുള്ള പണിയാ. എന്നെ മാത്രമല്ല, എല്ലാവരെയും അവൾ പറ്റിക്കുക. ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ ആരും ഒന്നും വിശ്വസിക്കുന്നുമില്ല. അമ്മയുടെ മുന്നിൽ എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു വഴി പറയടോ കമ്മീഷണറെ. ഡികെ, താൻ എന്തിനാ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറുന്നത്? ഇത് ജ്യോതി ഒരിക്കലും കള്ളം പറഞ്ഞതാവാൻ ഒരു വഴിയുമില്ല. താൻ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എടോ, തനിക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവുക, അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഓ എന്റെ ദൈവമേ, ഞാൻ ഇയാളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? മദ്യപിച്ച് ബോധം കെട്ട് ഒരു ദിവസം സരോവരത്ത് ചെന്ന് കയറിയത് താൻ മറന്നോ? അന്നെന്തെങ്കിലും... എടോ, അന്നൊന്നും സംഭവിച്ചിട്ടില്ല, എനിക്ക് ഉറപ്പാ. ഇതവള് കള്ളം പറയുന്നത് തന്നെയാ. എടോ, ജ്യോതി എന്തിനാ അങ്ങനെ ഒരു കള്ളം പറയുന്നേ? എന്തായാലും ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്ത് ഉറപ്പിക്കാതെ ഞാനിത് വിശ്വസിക്കില്ല. വേണ്ട, താൻ വിശ്വസിക്കണ്ട. എടോ, ഇതിപ്പോ നിസ്സാര കാര്യമല്ലേ? ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വാങ്ങി വീട്ടിൽ വെച്ച് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നല്ലേ ഉള്ളൂ. താനൊരു കാര്യം ചെയ്യും, താനൊരു കിറ്റ് വാങ്ങി ജ്യോതിയുടെ കൈ കൊടുക്കും. എടോ, അതൊന്നും അമ്മ സമ്മതിക്കില്ല. അമ്മ ഇത് ഏതാണ്ട് ഉറപ്പിച്ച മട്ട. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, അമ്മയ്ക്കും ജ്യോതിക്കും വിഷമമാകുന്നതൊന്നും താൻ ചെയ്യരുത്. എടോ, തന്റെ അമ്മ ഇത്രയും അനുഭവ സമ്പത്തുള്ള ആളല്ലേ? ആ അമ്മയ്ക്ക് ജ്യോതി ഗർഭിണിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനാണോ പ്രയാസം? തന്റെ അമ്മയും ആ വീട്ടിലെ മറ്റു പെൺകുട്ടികളും എത്രയോ കാലമായി കാത്തിരിക്കുന്നതാ ഇങ്ങനൊരു സന്തോഷത്തിനായി. ഇതിപ്പോ ദൈവമായിട്ട് നിങ്ങൾ അനുഗ്രഹിച്ചു. അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയല്ലോടോ വേണ്ടത്. അതിലിങ്ങനെ കൺഫ്യൂഷൻ പറയുന്നത് എന്തിനാ? എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ദേ മിണ്ടരുത്, എന്റെ വായിന്ന് നല്ലതുപോലെ കേൾക്കും. എടോ, ഒരു പെണ്ണ് അമ്മയാവുന്നത് അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാ. അതിലാരും കള്ളം പറയില്ല. അല്ലെങ്കിൽ തന്നെ ഇക്കാര്യത്തിൽ കള്ളം പറഞ്ഞിട്ട് ജ്യോതിക്ക് എന്ത് കിട്ടാനാ? ഉണ്ട്, അവൾക്ക് കിട്ടാനുണ്ട്. എന്തോന്ന്? അവൾക്കിപ്പൊ ഞാനുമായിട്ടുള്ള പിണക്കം മാറ്റിയെടുക്കണം. ഞാൻ അവളെ കൂടുതൽ കെയർ ചെയ്യണം. അതിനു വേണ്ടിയുള്ള അവളുടെ അടവാണിതെന്നാ എന്റെ വിശ്വാസം. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഹലോ, നമസ്കാരം ഡി കെ സർ. എന്താടോ? കൺഗ്രാറ്റ്സ് ഡി കെ സർ. അമരാവതിയിൽ വലിയൊരു സന്തോഷം ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞു. അതിനുള്ള എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കാനാ ഞാൻ വിളിച്ചത്. തന്റെ അഭിനന്ദനം താൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നെ. അയ്യോ, അങ്ങനെ പറയല്ലേ സർ. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുന്നത് എനിക്കും വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? ഒരുപാട് നാളത്തെ നിങ്ങളുടെ കാത്തിരിപ്പല്ലേ? അപ്പൊ തീർച്ചയായും നിങ്ങൾ അനുമോദനം അർഹിക്കുന്നു. വെച്ചിട്ട് പോടാ. എടോ മൂർത്തി, ഒരു സന്തോഷം പറയാൻ വിളിച്ചാലും പാവം ഡി കെക്ക് ടെൻഷനാ. ഇനി അങ്ങോട്ട് അവന് ടെൻഷൻ കൂടാൻ പോകുന്നേ ഉള്ളൂന്ന് പാവം ഡി കെക്ക് അറിയില്ലല്ലോ. അല്ല, അമരാവതിയിൽ ഇനി എന്ത് സംഭവിച്ചാലും അതെല്ലാം ജ്യോതി പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ഭാഗ്യവും നിർഭാഗ്യവുമായിട്ടേ അവിടെയുള്ളവർ കരുതൂ. ഇനി അവിടെ സംഭവിക്കുന്നതെല്ലാം ആ കുഞ്ഞിന്റെ ജാതകദോഷമാണെന്ന് വരുത്തി തീർക്കാൻ എളുപ്പമാണ്. അവന്റെ ഡി കെ റെസ്റ്റോറന്റ് അടച്ച് പൂട്ടണം. പോലീസ്, കോടതി, ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, മീഡിയ എല്ലാം കൂടി വരിഞ്ഞു മുറുക്കണം അവന്. അവന് കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിന് ഞാൻ നൽകുന്ന സമ്മാനം. അതെ, താൻ വേഗം വീട്ടിലേക്ക് ചെല്ല്. പിന്നെ എന്നോട് പറഞ്ഞ മണ്ടത്തരങ്ങളൊന്നും അവിടെ ചെന്ന് എഴുന്നള്ളിക്കരുത്. ആ വീട് മുഴുവൻ ഇപ്പൊ സന്തോഷത്തില്. അത് താനായിട്ട് ഇല്ലാതാക്കരുത്.
എന്റെ സണ്ണിന്റെ ബേബിയെ ഡെലിവറി ചെയ്യുന്ന മരുമകൾക്ക് കൊടുക്കാൻ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാ ഈ ഓർണമെന്റ്സ്. ഒരു ലിറ്റിൽ കണ്ണനാ നിന്റെ ഈ വയറ്റിൽ. അമ്മക്കത് ഉറപ്പാ. ദിസ് ഹൗസ് അമരാവതി ഞാനിതേ ജ്യോതിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ആ അമ്മ ആരെയാ കാത്തിരിക്കുന്നത്? യെസ്, ഐ ആം വെയിറ്റിംഗ് ഫോർ യു. എന്നെ കാത്തിരിക്കുകയാണോ? അതെന്താ? സാധാരണ അങ്ങനെ ഒരു പതിവില്ലാത്തതാണല്ലോ. സാധാരണ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ കാര്യങ്ങള്. Why are you late? അമ്മ ഇന്ന് ഓഫീസിൽ കുറച്ച് തിരക്ക് കൂടുതലുണ്ടായിരുന്നു. ഇന്നത്തെ കാര്യം ഓക്കെ. ഇനി മുതൽ എന്നും നേരത്തെ വീട്ടിലെത്തിക്കണം. അതെന്താ അമ്മ ഇന്ന് പ്രത്യേകിച്ചൊരു ഉത്തരവ്? യെസ്, ദിസ് ഇസ് മൈ ഓർഡർ ബിക്കോസ് യുവർ വൈഫ് ഈസ് പ്രഗ്നന്റ്. ഓ, അതാണോ? അതെന്താ? ഇത് വലിയൊരു കാര്യല്ലേ? എടാ, അവക്കിപ്പോ ലവും കെയറും കൂടുതൽ കിട്ടേണ്ട സമയാ ഇപ്പോ. കൂടുതൽ സമയം നീ അവളോടൊപ്പം തന്നെ ഉണ്ടാവണോടാ. അമ്മ എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല. ഓഫീസിലെ കാര്യങ്ങളും തിരക്കും ഒക്കെ കളഞ്ഞിട്ട് അവൾക്ക് കൂട്ടിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. നോ, ഇത് എന്റെ തീരുമാനമാ. നീ അവളെ കൂടുതൽ സമയം കെയർ ചെയ്തേ പറ്റൂ. മനസ്സിലായോടാ? ആ, മനസ്സിലായി. ചെയ്യാം, കെയർ ചെയ്യാം. ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അവളെ. നീ എന്താ ആലോചിച്ചെന്നൊക്കെ എനിക്ക് മനസ്സിലായടാ. ഞാനൊന്നും ആലോചിച്ചില്ലല്ലോ. എന്നാലേ ഇനി നീ ഒന്നും ആലോചിക്കണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. ഞാനിപ്പോ എന്ത് വേണോന്ന് അമ്മ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നാളെ മുതൽ നീ നേരത്തെ വീട്ടിലെത്തണം. നിന്റെ വൈഫിന്റെ കൂടെ നീ സന്തോഷമായിട്ടിരിക്കണം. അതിനിവിടെ അമ്മയുണ്ടല്ലോ. അവൾക്ക് ആവശ്യത്തിനുള്ള സ്നേഹവും സന്തോഷവും ഒക്കെ അമ്മ കൊടുക്കുന്നുണ്ടല്ലോ. ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ. അമ്മയുടെ സ്നേഹം അമ്മയ്ക്ക്, ഹസ്ബൻഡിന്റെ സ്നേഹം ഹസ്ബൻഡിന്. എടാ, അമ്മക്ക് എങ്ങനെയാണ് ഒരു ഹസ്ബൻഡിന്റെ സ്നേഹം കൊടുക്കാൻ കഴിയുന്നത്? ബ്ലഡി ഫൂൾ. അമ്മേ, ഡി കെ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ വഴക്കിടുന്ന എന്തിനാ? ജ്യോതിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഡി കെക്ക് അറിയില്ല അമ്മേ. അല്ല, നിങ്ങളെ ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോ? നിങ്ങളുടെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ? ഞാൻ എന്റെ മോനോട് സംസാരിക്കുന്നത്. അതിന്റെ ഇടയിൽ കയറി അഭിപ്രായം പറയാൻ വന്നാലുണ്ടല്ലോ, അമ്മയ്ക്കിത് എന്തു പറ്റി? എന്തിനാ ഞങ്ങളോട് ചൂടാവുന്നേ? ചൂടാകും, വേണ്ടിയത് ഇനിയും ചൂടാകും. നിന്റെയൊക്കെ മനസ്സിലിരിപ്പേ അത്ര നല്ലതല്ലാതെ എനിക്കറിയാം. ഈശ്വരാ, ആ ചിത്ര ചെന്ന് അമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ? അവളുടെ വിശേഷത്തിൽ എനിക്കത്ര ഉറപ്പൊന്നുമില്ല. ഇത് കള്ളഗർഭമാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മൈസൻ, നിനക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ ഞാൻ എത്രയാ കണ്ണനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഇപ്പോഴാ കണ്ണൻ എന്റെ പ്രാർത്ഥന കേട്ടത്. ചെന്ന് അവളോട് 4 വാക്ക് സന്തോഷത്തോടെ സംസാരിക്കേ. ഡി കെ, ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. ജ്യോതിയുടെ കാര്യമാ. ജ്യോതിയുടെ കാര്യോ? എന്ത് കാര്യം? അല്ല, ജ്യോതിക്ക് വിശേഷം ഉണ്ടായ കാര്യത്തില് ഡി കെയുടെ മനസ്സില് ചില സംശയങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ ഞങ്ങളുടെ മനസ്സിലും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ആര് പറഞ്ഞു എന്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ടെന്ന്? നിങ്ങളോട് ഞാൻ പറഞ്ഞോന്ന്? അമ്മയോടും അവളോട് ഞാൻ പറയുന്നത് കേട്ടിട്ടാണോ നിങ്ങളിത് എന്നോട് പറയുന്നത്? അത് പിന്നെ ഏത് പിന്നെ? നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? എന്റെ ഭാര്യയുടെ പ്രഗ്നൻസിയിൽ എനിക്ക് ഡൗട്ട് ഉണ്ടെന്നോ? നോ, ഐ ഹാവ് നോ ഡൗട്ട്.
എനിക്ക് അവളുടെ പ്രഗ്നൻസിയിൽ ഒരു ഡൗട്ടും ഇല്ല. അല്ല, ഡി കെ മുമ്പ് പറഞ്ഞതോ? എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ലേ ഡി കെ കള്ളഗർഭമാണെന്ന് പറഞ്ഞ്? ഓഹോ, അത് കേട്ടിട്ടാണല്ലേ നിങ്ങൾ ഈ സംശയം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. അത് ഞാൻ അവളെ ഒന്ന് പറ്റിക്കാൻ പറഞ്ഞാലേ. ജ്യോതിയും ഞാനും തമ്മിൽ പല തർക്കവും വഴക്കും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നും യഥാർത്ഥമാണെന്ന് കരുതി നിങ്ങളൊന്നും അതിന്റെ പുറകെ ഇറങ്ങി തിരിക്കരുത്. അവക്ക് ചുമ്മാ ഒരു പണി കൊടുക്കാനും ഒന്ന് വട്ടളക്കാനും വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ഈ പ്രഗ്നൻസി ഒരു ഡോക്ടറെ കാണിക്കണ്ടേ? അതിന് നാളെ ജ്യോതി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയാനാ ഞങ്ങള് വന്നത്. ഓ, അതാണോ കാര്യം? അത് നമുക്ക് ആലോചിക്കാം. ഈ സമയത്ത് ഡോക്ടറുടെ അഡ്വൈസും കെയറും വേണം. മാത്രല്ല വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് നല്ല പ്രോട്ടീൻസ് ഉള്ള ഡയറ്റും വേണം. അതൊരു ഡോക്ടർ കൃത്യമായിട്ട് അഡ്വൈസ് ചെയ്താലേ പറ്റൂ. അതുകൊണ്ടാ ഞങ്ങള് ജ്യോതി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിലൊന്നും തെറ്റില്ല. അല്ലെങ്കിൽ ഡോക്ടർ സുഷമയെ നമുക്ക് ഇങ്ങോട്ട് വരുത്താം. അത് വേണ്ട, നാളെ ഞങ്ങൾ തന്നെ ജ്യോതിയെ കൊണ്ടുപോയിക്കോളാം. എന്താ, ഡി കെക്ക് സമ്മതമല്ലേ ഞങ്ങൾ ജ്യോതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന്? വേണ്ട, ഇപ്പൊ ഞാൻ തന്നെ കൊണ്ടുപോകാം. വേറൊന്നും പറയാനില്ലല്ലോ? ഇല്ല. കണ്ടില്ലേ തരേ, ഡി കെ പ്ലേറ്റ് മാറ്റിയത്? നമ്മുടെ മുമ്പില് ഭാര്യയെ വിശുദ്ധയാക്കാനുള്ള ശ്രമം. ഈ ഡി കെയുടെ മനസ്സിൽ എന്താണെന്നാ സത്യത്തിൽ എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും, നമ്മുടെ മുന്നിൽ വെച്ച് അവളെ അനുകൂലിച്ചും പറയും. സത്യത്തിൽ ഡി കെ എന്താ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്? വെറുതെ ഡി കെയുടെ പിന്നാലെ നടന്ന് സമയം കളയണ്ട. നമ്മൾ തന്നെ വേറെ വഴി ആലോചിക്കുന്നതാ നല്ലത്. പ്രഗ്നൻസി കിറ്റ് തന്നെയാ നല്ല വഴി. ഓക്കേ, കണ്ണാ, ഇതിലെങ്കിലും ഈ ഹിറ്റ്ലർ ഒന്ന് വീഴണേ. അയ്യോ, അതെ, നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോണം. ഞാൻ ആ ഡോക്ടർ സുഷമയെ വിളിച്ചിരുന്നു. ഈ സമയത്ത് നിനക്ക് നല്ല കെയർ വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. നമുക്ക് നാളെ രാവിലെ തന്നെ പോണം. വാടോ. സൂപ്രണ്ടിനോട് കമ്മീഷണർ പ്രത്യേകം പറഞ്ഞോട്ടാ തനിക്ക് സൗകര്യം ചെയ്തു തന്നു. മോളെ വിളിച്ച് സംസാരിച്ചോ? ഹലോ. ഹലോ മോളെ. അച്ഛാ, സുഖാണോ മോളെ? സുഖ അച്ഛാ. മമ്മി വന്ന് മോളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അച്ഛന് സന്തോഷമായി മോളെ, ഒരുപാട് സന്തോഷമായി. അച്ഛാ, അച്ഛാ, അത് ഞാൻ ഇപ്പൊ എന്തിനാ കരയുന്നത്? ഈ സമയത്ത് സന്തോഷിക്കല്ലേ വേണ്ടത്? അമരാവതിയിലുള്ള ആർക്കും കിട്ടാത്ത ഭാഗ്യമല്ലേ എന്റെ മോൾക്ക് കിട്ടിയത്. നാളെ അവിടുത്തെ മോളുടെ സ്ഥാനം എന്താവും? അമരാവതിയിലെ അടുത്ത അനന്തരാവകാശിയുടെ അമ്മയല്ലേ എന്റെ മോള്. മോളെന്താന്നും മിണ്ടാത്തത്? അവിടെ പത്മാവതി അമ്മയ്ക്കും മറ്റെല്ലാവർക്കും സുഖല്ലേ മോളെ? സുഖാച്ച. പിന്നെ മമ്മിയോട് കുറച്ചു ദിവസം മോളെടുത്തൊന്ന് നിൽക്കാൻ പറയട്ടെ. ആ പിന്നെ ഇക്കാര്യം അറിഞ്ഞപ്പോ ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷം നിന്റെ മമ്മിക്കാ. ഇപ്പൊ അവള് പ്രിയ മോളെടുത്താ. അവിടെ നിന്ന് വന്നാ ഉടനെ മോളെ കാണാൻ പറ്റും. വേണ്ടച്ച, മമ്മി ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. എനിക്ക് പ്രിയ ഒന്ന് കാണാൻ പറ്റുമല്ലോ. ആ
മോൾക്ക് വേറെ അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല അച്ഛാ. അച്ഛനവിടെ സുഖല്ലേ? ആ, സുഖമാ മോളെ. എന്നാലും നമ്മളീ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ 10 ദിവസം ജയിലിനകത്ത് കിടക്കണം എന്ന് പറയുന്നത് വളരെ ശരിയാ. അതിപ്പോ നല്ലതുപോലെ പഠിച്ചു. ഞങ്ങള് 2 പെൺമക്കള് കാരണം അച്ഛന് ജയിലിൽ വരെ കിടക്കേണ്ടി വന്നൂല്ലേ? ഞങ്ങളോട് ക്ഷമിക്കച്ച. മോളെ, നിന്റെ ഭർത്താവ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇവിടെ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. വായിക്കാൻ പുസ്തകങ്ങൾ കിട്ടും. പിന്നെ പല ദിവസങ്ങളിലും നിന്റെ ഭർത്താവ് റെസ്റ്റോറന്റിൽ നിന്ന് നല്ല ഫുഡ് എനിക്ക് പ്രത്യേകം കൊടുത്തു വിടും. ആര്? ഹിറ്റ്ലറോ? ആ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ, പക്ഷെ അവൻ കേക്കണ്ടേ. DK പോലും ഭർത്താവിനെ കിട്ടിയത് മോളുടെ ഭാഗ്യം. അതെ അച്ഛാ. ആശുപത്രിയിലൊക്കെ പോയാ മോളെ? ഇല്ല, കാണണം. അതെന്താ ഇതുവരെ പോവാതിരുന്നു? മോളെ, ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ വളരെ അത്യാവശ്യമാണ് മോളെ. മടി കാണിക്കരുത്, പോണം. ഹലോ ബേക്കറിക്കാരി, ആരോടായി കത്തി വെക്കുന്നത്? ആരാ മോളെ? ഫോണൊന്ന് കൊടുത്തേ. അച്ഛനാ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഹലോ അങ്കിൾ. മോന് സുഖമല്ലേ? സുഖാണ് അങ്കിൾ. എനിക്ക് സന്തോഷമായി. നിങ്ങളെ മൂകാംബിക ദേവി അനുഗ്രഹിച്ചല്ലോ. എനിക്ക് സന്തോഷമായി. പിന്നെ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ അവൾക്ക് ചിലപ്പോൾ മടി കാണും. പക്ഷെ മോൻ അത് കാര്യമാക്കരുത്. നാളെ തന്നെ ആശുപത്രി കാണിക്കണം. മുമ്പ് ഒരിക്കല് പ്രോട്ടീനിന്റെ കുറവുണ്ടെന്നും പറഞ്ഞ് കുറച്ചാൾ ആശുപത്രി കിടന്നിട്ടുണ്ടാവുള്ളൂ. സൂചി കാണുന്നതിന് അവൾക്ക് പേടിയാ. പക്ഷെ മോൻ നിർബന്ധിച്ച് അവളെ കൊണ്ടുപോകണം. കൊണ്ടുപോകാമെങ്കിൽ നാളെ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ജാമ്യത്തിന്റെ കാര്യം ജയപ്രകാശ് എന്തെങ്കിലും പറഞ്ഞോ? ഉടനെ തന്നെ ജാമ്യം കിട്ടും, മിക്കവാറും അടുത്ത ആഴ്ച തന്നെ. പിന്നെ വയ്ക്കട്ടെ. അങ്കിള് ജാമ്യത്തിന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. എത്രയും വേഗം അങ്കിളിനെ ഞങ്ങൾ പുറത്തിറക്കും. എന്നാ ശരി അങ്കിൾ. മകള് പ്രഗ്നന്റ് ആവുന്നതിന്റെ സന്തോഷമായിരിക്കും അല്ലേ? എന്റെ 2 പെൺമക്കളും അമ്മമാരാൻ പോവാ. അതിൽപ്പരം ഒരു സന്തോഷം ഒരു അച്ഛന് വേറെ ഉണ്ടോ സാറേ? ഈ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ അവന്റെ ജീവൻ എടുത്തു. എന്തായാലും താൻ വന്നത് മുതല് നമുക്കിടയ്ക്ക് DK റെസ്റ്റോറന്റ് ചിക്കൻ ബിരിയാണി കഴിക്കാനുള്ള വായം കിട്ടി. തന്റെ മരുമകൻ നല്ലവനാ. അതെ സാറേ, എന്റെ മകളുടെ ഭാഗ്യം തന്നെ അങ്ങനെ ഒരു മരുമകൻ. എല്ലാം വന്നു കയറുന്ന പെണ്ണിന്റെ ഭാഗ്യമൊന്നും പറയാറില്ലേ? പക്ഷേ വന്നു കയറുന്ന മരുമകന്റെ നന്മയും പ്രധാനപ്പെട്ട സാറേ. അതെ, അച്ഛന് ജയിലിലെ ഫുഡ് കൊടുത്തയച്ചായിരുന്നു അല്ലേ? അതെന്താ എന്നോട് പറയാതിരുന്നേ? ഞാൻ ചെയ്യുന്നതെല്ലാം നിന്നോട് പറയണമെന്നുണ്ടോ? ഞാൻ എന്റെ കടമ ചെയ്തു. നാളെ നിന്നെ നിർബന്ധിച്ചിട്ടാണെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാണ് നിന്റെ അച്ഛൻ പറഞ്ഞത്. അതിപ്പോ അച്ഛൻ ചുമ്മാ പറഞ്ഞതാ. ഈ വിശേഷം ഉണ്ടായ അന്ന് തന്നെ ആശുപത്രി കൊണ്ടുപോകണമെന്നൊക്കെ ഒരുതരം പഴയ ചിന്താഗതിയാ. എന്ന് കരുതി പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. പോവാം, പോലോ. കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നാളെ തന്നെ പോയേ പറ്റൂ. ഇവിടെ എല്ലാവരുടെയും തീരുമാനമാണത്, അല്ലാതെ ഞാൻ മാത്രം തീരുമാനിച്ചതല്ല. നാളെ എന്തായാലും ഞാനില്ല, കുറച്ചു ദിവസം കഴിയട്ടെ. അങ്ങനെ നീ രക്ഷപ്പെടാന്ന് കരുതനടി ബേക്കറിക്കാരി. നിന്റെ കള്ളത്തരം പൊളിച്ചടുക്കിയിട്ടേ ഉള്ളൂ ഇനി വേറെന്ത് കാര്യവും. ഇത് കഴിക്കേ. ഇപ്പൊ വേണ്ട ചേച്ചി, അവിടെ വെച്ചേക്ക്.
സുപ്രിയ, ഇനി വിഷമിച്ചിട്ട് എന്തിനാ? ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്യാത്തതിന്റെ കുഴപ്പമാണ് ഇങ്ങനെ ജീവിതം കൈവിട്ടു പോയത്.